നമസ്കാരം. നമുക്കിന്ന് മയിലിനെ കുറിച്ച് സംസാരിക്കാം. മയിൽ കാണും പോലെ അത്ര പാവമൊന്നുമല്ല. പാവം എന്ന് പറയുന്നത് ജനുസിൽപ്പെട്ടതാണ് ഇവർ എന്നേ ഉള്ളൂ. അധികം പറക്കാതെ മണ്ണിൽ തന്നെ അതും ഇതും കൊത്തിത്തിന്ന് ജീവിക്കുന്ന കോഴികളും അതേപോലെ ടർക്കി കോഴികളും ഒക്കെ ഉൾപ്പെടുന്ന ഫസിയാനിയുടെ കുടുംബത്തിൽപ്പെട്ട പാവോ ജനുസിൽപ്പെട്ട ഒരു പക്ഷിയാണ് മയിൽ. പറഞ്ഞു വന്നാൽ മയിലും ഒരു തരം കോഴിയാണെന്ന് പറയാം. ഭൂമിയിൽ ആർക്കും തെറ്റിപ്പോകാതെ തിരിച്ചറിയാൻ പറ്റുന്ന അപൂർവം പക്ഷികളിൽ ഒന്നാണ് മയിൽ. അതുകൊണ്ട് തന്നെ അവയുടെ രൂപവിശദീകരണങ്ങളൊന്നും വേണ്ട. മയിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ലോഹ നീലിമ തിളങ്ങുന്ന ശരീരവും വർണ്ണവിസ്മയമായ നീളൻ പീലി കണ്ണുകളും ഒക്കെയാണല്ലോ നമുക്കൊക്കെ ഓർമ്മ വരിക. കൂടെ ആ പീലി വിടർത്തിയുള്ള നൃത്തവും. ആൺമയിലായ പീക്കോക്കാണ് എല്ലാവർക്കും ഇഷ്ടം. പെൺമയിൽ സീനിലേ ഇല്ല. കാണാൻ ഇത്തിരി ഭംഗി കുറഞ്ഞതാണ് പെൺമയിലിൻ്റെ ദുര്യോഗം. പെൺമയിലിന് പി ഹെൻ എന്നാണ് ശരിയായ പദം. പൊതുവായി മയിലിന് പി ഫൗൾ എന്ന പദമുണ്ടെങ്കിലും നമുക്ക് ശീലം ഈ പീക്കോക്ക് എന്ന് തന്നെ ഉപയോഗിച്ചിട്ടാണ്. ചരിത്രത്തിൽ മയിലിനോളം മനുഷ്യരെ ആകർഷിച്ച വേറൊരു പക്ഷി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഏറ്റവും പരിചിതരായിട്ടുള്ള വളർത്തുകോഴികൾ റെഡ് ജംഗിൾ ഫൗൾ എന്ന് പറയുന്ന കാട്ടുകോഴിയെ മെരുങ്ങിയും ഒക്കെ ഉണ്ടായതാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മെരുങ്ങുന്ന ഒരു കോഴി തന്നെയാണ് മയിലും. എന്നാൽ നമ്മുടെ മുതുമുത്തച്ഛന്മാർ ഈ കോഴികളെ ഇണക്കിയതുപോലെ ഈ ഒരു തരം കോഴിയായിട്ടുള്ള മയിലുകളെ ഇണക്കി നമ്മളെ വളർത്തു മയിലുകൾ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ആലോചിക്കേണ്ടതാണ്. തീറ്റപ്രാന്തന്മാരായതുകൊണ്ട് തന്നെ ഇവർ കൃഷി മുഴുവൻ നശിപ്പിക്കുമെന്ന് അവർക്കറിയുന്നതുകൊണ്ടാവും. അല്ലാതെ മയിലിറച്ചിക്ക് കോഴിയിറച്ചിയുടെ ഒക്കെ രുചിയും അതേപോലെ തന്നെ മയിൽ മുട്ട മോശമല്ലാതെ മുട്ടയും ഒക്കെ ആയിട്ടും ഇവയെ ഇറച്ചിക്കോ മുട്ടക്കോ വേണ്ടിയിട്ട് നമ്മൾ മെരുക്കി വളർത്തിയിട്ടില്ല. പണ്ട് മുതലുള്ള കാൽപ്പനിക കഥകളിലും കവിതകളിലുമൊക്കെ മയിലുകൾ മയൂര സിംഹാസനം ഇട്ടിട്ട് വളരെ പ്രാധാന്യത്തോടെ കയറിയിരിക്കുന്നത് നമുക്ക് കാണാം. ജീവികളുടെ ശാസ്ത്രീയ വർഗീകരണം നടത്തിയ കാൾ ലീനസ് ഇത് ജപ്പാനിലുള്ള പക്ഷിയാണെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചിരുന്നു. ജപ്പാൻ ചക്രവർത്തിയും അവിടെയുള്ള പ്രഭുക്കന്മാരും ഒക്കെ പെറ്റായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ദക്ഷിണേഷ്യയിൽ നിന്ന് ധാരാളം മയിലുകളെ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ജപ്പാനീസ് പെയിൻറ്റിങ്ങുകളിൽ പഴയകാലം മുതൽക്ക് തന്നെ ചിത്രങ്ങളിലൊക്കെ മയിൽ ഒരു പ്രധാന പക്ഷിയായിട്ട് വരുന്നത് കാണാം. എന്തായാലും ഇത്ര മനോഹരമായിട്ടുള്ള പീലി ഭംഗിയാണ് ഇവർക്ക് ഇത്രയധികം ആരാധകരെ ലോകത്തെങ്ങുമായിട്ട് ഉണ്ടാക്കിയത്. BC 450 കാലഘട്ടത്തിൽ തന്നെ ഏതൻസിലൊക്കെ മയിലുകൾ ധാരാളം ഉണ്ടായിരുന്നു. അതല്ല, അലക്സാണ്ടർ ചക്രവർത്തിയാണ് യൂറോപ്പിലേക്ക് മയിലുകളെ പരിചയപ്പെടുത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. എന്തായാലും വളരെ പണ്ട് മുതലേ തന്നെ ഈ വ്യാപാരികളും സഞ്ചാരികളും വഴി ലോകത്തെങ്ങുമായിട്ട് മയിലുകൾ എത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഏലവും കുരുമുളകും ഒക്കെ കപ്പലിൽ കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ കുരങ്ങുകളെയും മയിലുകളെയും കൂടി അവർ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള മയിലുകൾ പാവോ ക്രിസ്റ്റാറ്റസ് എന്ന ശാസ്ത്രനാമമുള്ളവയാണ്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലൊക്കെ കാണുന്ന ഈ മയിലുകൾക്ക് നീലമയിൽ എന്നും പേരുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യൻ ഇനമായിട്ട് വേറൊരു സ്പീഷീസ് മയിലുകൾ കൂടിയുണ്ട്. മരതക പച്ച നിറം കൂടുതലായിട്ടുള്ള ഈ മയിലുകൾക്ക് ആണിനും പെണ്ണിനും പീലിയുണ്ട്. ഇവയെ അതുകൊണ്ട് പച്ച മയിലുകൾ എന്നാണ് വിളിക്കുന്നത്. ഇന്തോനേഷ്യൻ മയിൽ എന്നും പേരുള്ള ഈ പച്ച മയിലുകളുടെ ശാസ്ത്രനാമം പാവോ മ്യൂട്ടിക്കസ് എന്നാണ്. ഇനി ഒരു മൂന്നാമതിനം മയിലുകൾ കൂടിയുണ്ട്. ആഫ്രിക്കൻ കോങ്കോ തടങ്ങളിൽ മാത്രം കാണുന്ന ആഫ്രോപാവോ കോങ്കൻസിസ്. അതും നമ്മുടെ സങ്കല്പത്തിലുള്ള മയിലിനെ പോലെ അല്ലെങ്കിലും അതിനെയും മയിലായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ പ്രദേശങ്ങളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ദക്ഷിണേഷ്യയിലും ആഫ്രിക്കയിലെ ഒരു ചെറിയ പ്രദേശത്ത് മാത്രമുള്ളതാണെങ്കിലും ഇവയുടെ വർണ്ണഭംഗി മൂലം ലോകത്തെങ്ങും മനുഷ്യരെത്തിച്ച പക്ഷി ഇതായിരിക്കും. പക്ഷെ കൗതുകമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എത്തിയ സ്ഥലങ്ങളിലൊക്കെ ഇത് ഒരു അധിനിവേശ പക്ഷിയായിട്ട് മാറി അവിടെയുള്ള സ്വാഭാവിക ജൈവ സന്തുലനത്തെ ബാധിക്കുന്ന വിധത്തിലുള്ള പ്രശ്നക്കാരായിട്ട് മാറുകയും ചെയ്തു. ഇപ്പോഴും മനസ്സിലൊരു സംശയം വന്നിട്ടുണ്ടാവും, മൂന്നിനം മയിലുകളല്ലല്ലോ നമ്മൾ വെള്ള മയിലുകളെ കൂടി ചില സൂവിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. അത് പ്രത്യേക സ്പീഷീസ് ഒന്നുമല്ല. ജനിതക പ്രശ്നങ്ങൾ മൂലമുള്ള വർണ്ണകങ്ങളുടെ കുറവുള്ള ലൂസിസം എന്ന് പറയുന്ന ഒരവസ്ഥയോ മെലാനിൻ എന്ന് പറയുന്ന വർണ്ണകം ഒട്ടുമില്ലാതെ ഉണ്ടാകുന്ന അൽബിനോ സ്വഭാവം ഒക്കെയാണ് ഇത്തരത്തിലുള്ള വെള്ള മയിലുകൾക്ക് കാരണം. അല്ലാതെ അവ ഒരു പ്രത്യേക സ്പീഷീസ് അല്ല. നൂറുകണക്കിന് വർഷങ്ങളിലൂടെ പലതരത്തിലുള്ള മ്യൂട്ടേഷനുകളിലൂടെ ഇന്ത്യൻ മയിലുകളിലും ചെറിയ വർണ്ണവ്യത്യാസമുള്ള മയിലുകളെ നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്ത സ്പീഷീസുകളിൽപ്പെട്ടതായ പച്ചമയിലിൻ്റെ ആണിനെ കൊണ്ട് ഇവിടെയുള്ള നമ്മുടെ നീലമയിലിൻ്റെ പെണ്ണുമായിട്ട് ഇണ ചേർത്തിട്ട് കാലിഫോർണിയയിലെ കേറ്റ് സ്പാൽഡിങ് പുതിയൊരു ഹൈബ്രിഡ് മയിലിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് അവരുടെ പേരായിട്ടുള്ള സ്പാൽഡിങ് ചേർത്തുകൊണ്ട് സ്പാൽഡിങ് ഇനം എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. പാവോ മ്യൂട്ടിക്കസിന് പാവോ ക്രിസ്റ്റാറ്റസിലുണ്ടായ കുഞ്ഞ്. നമ്മുടെ ഇവിടെയുള്ള മയിലുകളിൽ തന്നെ ആണിനും പെണ്ണിനും തമ്മിൽ രൂപത്തിലും വലിപ്പത്തിലും വർണ്ണഭംഗിയിലും ഒക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇണചേരൽ കാലത്ത് ആൺമയിലുകൾ പെൺമയിലുകളെ മയക്കാനും അവയെ വശീകരിക്കാനും ആകർഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവയുടെ നീളൻ പീലികൾ വിതർത്ത് വെച്ച് അവയിലെ കൺപൊട്ട അടയാളങ്ങൾ കാണിച്ച് അവ വിറപ്പിച്ച് നടത്തുന്ന ഒരു പ്രകടനമുണ്ടല്ലോ, അതിനാണല്ലോ നൃത്തം ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതാണ് ഇവരുടെ ഒരു മാസ്റ്റർ പീസ് പെർഫോമൻസ്.
ഈ മഴമേഘങ്ങൾ കനക്കുമ്പോൾ മയിലുകൾ ഉന്മാദ നൃത്തം നടത്തുന്നു എന്നൊക്കെയാണ് കവികളുടെ സങ്കല്പം. ഇനി പശ്ചാത്തലത്തിൽ ഒരു മഴവില്ല് കൂടി ഉണ്ടെങ്കിൽ രംഗം പൊടിക്കും. മയിലിൻ്റെ പറക്കൽ വളരെ ആയാസമാർന്നതും ഒട്ടും കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലാത്തതുമായിട്ടാണ് എനിക്ക് തോന്നാറ്. എങ്കിലും കവികളൊക്കെ മയിലായി പറന്നു വാ, മഴവില്ലു തോൽക്കും അഴകെ എന്നൊക്കെയാണ് പാടുന്നത്. ശില്പികളും ചിത്രകാരന്മാരും ഒക്കെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് ഇവയുടെ വർണ്ണഭംഗിയെ പാടിപ്പുകഴ്ത്തുകയാണ്. കുയിലിൻ്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിരക്കുളമ്പടി കേട്ടു എന്നൊക്കെ ശ്രീകുമാരൻ തമ്പി എഴുതിയത് നമ്മൾ ഓർമ്മിക്കാതെ തെറ്റിയിട്ട് ചിലപ്പോൾ മയിലിൻ്റെ കുയിൽനാദം കേട്ടു എന്ന് പാടിപ്പോയ കുഴങ്ങും. അത്ര കരോചക ശബ്ദമാണ് മയിലിൻ്റേത്. ചെവി തുളക്കുന്ന ഒരു മ്യാവൂ വിളി, കാട്ടുപൂച്ച കരച്ചിലിന് ഒരു ഹൈ ആംപ്ലിഫയർ പിടിപ്പിച്ചതുപോലെയാണ് ഈ മയിലിൻ്റെ കരച്ചിൽ ശബ്ദം കേട്ടാൽ തോന്നുക. 1981 KK നീലകണ്ഠൻ്റെ ഇന്ദുചൂടൻ്റെ കേരളത്തിലെ പക്ഷികളുടെ 2ാം പതിപ്പ് ഇറങ്ങുന്നത്. അതിൽ അദ്ദേഹം മയിലുകളെ പറ്റി പറയുന്നത് ഈ വിധമാണ്: നമ്മുടെ സാഹിത്യത്തിലും മതത്തിലും പഴഞ്ചൊല്ലുകളിലും മറ്റും മയിലിനുള്ള പ്രാധാന്യമോർത്താൽ കാക്കയെയും കോഴിയെയും പോലെ നമുക്കെല്ലാം നിത്യപരിചിതമായ ഒരു പക്ഷിയാണിതെന്ന് തോന്നും. മയിലിൻ്റെ പീലി കണ്ടിട്ടില്ലാത്ത മലയാളികളുണ്ടോ? ഭിക്ഷക്കാരുടെയും കാവടിക്കാരുടെയും കയ്യിൽ സുബ്രഹ്മണ്യ ചിഹ്നമായി പീലിക്കെട്ട് നാം നിത്യം കാണുന്നു. മീൻ പിടിക്കുന്നവൻ്റെ ചൂണ്ടൽ തലപ്പത്തും കഥകളിക്കാരുടെ കിരീടത്തിലും ഒരുപോലെ പീലിത്തണ്ടിന് പ്രാധാന്യമുണ്ട്. ഇതെല്ലാം കൊണ്ടും പലർക്കും നമ്മുടെ കാടുകളിലെല്ലാം മയിലിനെ ആയിരക്കണക്കിന് കാണാമെന്നൊരു ധാരണയുണ്ടാകും. എങ്കിലും കേരളത്തിലെ കാടുകളിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന മയിലുകളെ കണ്ടിട്ടുള്ളവർ വളരെ ചുരുക്കം. 40 വർഷം മുമ്പ് പോലും വളരെ അപൂർവമായിരുന്ന ഒരു കാഴ്ചയായിരുന്നു മയിൽ എന്നാണ് ഇതിനർത്ഥം. സലീം അലി തിരുവിതാംകൂർ കൊച്ചി പ്രവിശ്യകളിൽ 1933 നടത്തിയ സർവേകളിലൊന്നും ഒരു മയിലിനെ പോലും കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ മയിലുകളെ കാണാത്തവർ ചുരുങ്ങുമെന്നാണ് അവസ്ഥ. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 19% പ്രദേശത്തും മയിലുകൾ എത്തിക്കഴിഞ്ഞു. ഇടനാടുകളിൽ പലയിടത്തും വീടിന് തൊട്ടടുത്ത് വരെ ആരെയും കൂസാതെ മയിലുകൾ കറങ്ങി നടക്കുകയാണ്. കൃഷിയിടങ്ങളിലൊക്കെ ഇവയുടെ ശല്യം കാര്യമായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങി. മയിലുകൾ വിളയാറായ നെൽപ്പാടങ്ങളിൽ നെൽമണികൾ കൊത്തിത്തിന്നുക മാത്രമല്ല ചെയ്യുന്നത്. എല്ലാ കൃഷിയിടങ്ങളിലെയും മണ്ണിരകൾ, പലതരം മിത്രകീടങ്ങൾ, ഓന്തുകൾ, തവളകൾ, പാമ്പുകൾ തുടങ്ങി സകലതിനെയും ഈ ട്രോളിംഗ് വല വെച്ചിട്ട് അരിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഇവ അരിച്ചു കൊന്നു തിന്നുകയാണ്. ഇത് നമ്മുടെ നാടിൻ്റെ ജൈവ വ്യവസ്ഥയെ തന്നെ തകിടപറിക്കും. ഇനി എന്തെങ്കിലും കാരണത്താൽ കൃഷിയിടത്തിലെ കളനാശിനിയോ കീടനാശിനിയോ ഒക്കെ അകത്തി എന്ന് മയിലുകൾ ചാവുകയാണെങ്കിൽ കേസും പുകലും ആകുമെന്നുള്ള ഭയത്തോടെയാണ് കൃഷിക്കാർ കഴിയുന്നതും. ക്യാമറയും തൂക്കി ഇടക്ക് വന്ന് ഫോട്ടോകൾ എടുക്കാനും ഇവയൊക്കെ കണ്ടു നിന്ന് കാൽപ്പനിക എമ്പക്കം വിടാനും ഒക്കെ മയിലുകൾ വളരെ നല്ല കാഴ്ച തന്നെയാണ്. എന്നാൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം മയിലുകൾ അത്ര ഭംഗിയുള്ള കാഴ്ചയല്ല. ഓടുന്ന കാറിലും ബൈക്കിലും ഒക്കെ പറന്നു വന്ന് വീഴുന്ന മയിലുകൾ ഇടിച്ച് സംഭവിച്ച അപകടങ്ങളെ പറ്റിയിട്ടുള്ള വാർത്തകൾ കൂടി ആകുന്നതോട് കൂടിയിട്ട് മയിൽ കാട്ടുപന്നികളെ പോലെ തന്നെ ഒരു ഉപദ്രവകാരിയും അപകടകാരിയുമായിട്ടുള്ള ഒരു ഭീകരജീവിയാണ് എന്നുള്ള അഭിപ്രായം ചിലരിലെങ്കിലും ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. വരണ്ട പ്രദേശങ്ങളിലെ പൊന്തക്കാടുകളിൽ മാത്രം കണ്ടിരുന്ന ഈ മയിലുകൾ വ്യാപകമായിട്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എത്തുന്നത് മരുവൽക്കരണത്തിൻ്റെ സൂചനയായിട്ട് ചില ഗവേഷകർ പറയാറുണ്ട്. മയിലുകൾക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയിട്ട് മുൻകൂട്ടിയുള്ള അറിവുകളുണ്ടെന്നും അങ്ങനെയാണ് ഇവ പുതിയ സ്ഥലങ്ങളിലേക്ക് പതുക്കെ വ്യാപിക്കുന്നത് എന്നൊക്കെ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷമായിട്ടുള്ള പെരുമഴയും പ്രളയവും ഒക്കെ അനുഭവപ്പെടുമ്പോൾ ഇത് വെച്ചിട്ട് ചിലർ ട്രോളാനും തുടങ്ങിയിട്ടുണ്ട്. മരുവൽക്കരണത്തിൻ്റെ കഥ വെച്ചിട്ട് വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ പൊതുവായിട്ട് വന്നിട്ടുള്ള പെരുകലിൻ്റെയും നമ്മുടെ വന്യമൃഗ സംരക്ഷണ നിയമം കർശനമായിട്ട് നടപ്പിലാക്കുന്നത് കൊണ്ട് മയിലുകളെ വേട്ടയാടുന്നത് കുറഞ്ഞതും ഒക്കെ ആയിരിക്കാം മയിലുകളുടെ എണ്ണം കൂടാനുള്ള ഒരു കാരണം. ഇവയെ ആ മനുഷ്യരൊന്നും ആക്രമിക്കില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഇവ തീറ്റ അന്വേഷിച്ചിറങ്ങിയതാണ് എന്നുള്ള അഭിപ്രായവും ഉണ്ട്. മയിലുകളുടെ സ്വാഭാവിക ഇരപിടിയന്മാരായിട്ടുള്ള പുലികൾ, കാട്ടുനായ്ക്കൾ, കുറുക്കന്മാർ, കുറുനരികൾ, കാട്ടുപൂച്ചകൾ ഇവയുടെയൊക്കെ എണ്ണം കുറഞ്ഞതാണ് മയിലുകളുടെ എണ്ണം ഇങ്ങനെ പെരുകാൻ ഒരു കാരണം എന്ന് പറയുന്ന വിദഗ്ധരുമുണ്ട്. എങ്കിലും എന്തുകൊണ്ടാണ് മയിലുകളുടെ എണ്ണം ഇങ്ങനെ കൂടിയത്? എന്തുകൊണ്ടാണ് ഇവ ഇത്രയും വർഷങ്ങളിലില്ലാത്ത വിധത്തിൽ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ എത്തിയത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ വിശദീകരണം ഇപ്പോഴും ലഭ്യമല്ല. നമ്മൾ പലപ്പോഴും കരുതുന്നത് പോലെ ആൺമയിലിൻ്റെ വാലല്ല ആ നീളൻ പീലികൾ. വാലിലുള്ളത് കുഞ്ഞു തൂവലുകളാണ്. അതായത് വാല് വേറെ പീലി വേറെ. വാലിന് തൊട്ട് മുകളിലായിട്ട് പ്രത്യേകം ക്രമീകരിച്ചവയാണ് ഈ പീലികൾ. നല്ല നീളമുള്ള തണ്ടുകൾക്ക് അഗ്രത്തിലാണ് ലോഹ നീലയുടെ മനോഹാരിത തിളങ്ങുന്ന പല വർണ്ണങ്ങൾ മാറി മറിയുന്ന കണ്ണടയാളങ്ങളുള്ളത്. ഇറിഡിസെന്റ്, ഒപ്റ്റിക്കൽ ഇന്റർഫറൻസ്, ബ്രാഗ് റിഫ്ലക്ഷൻസ് എന്നൊക്കെ പറയുന്ന പ്രതിഭാസങ്ങൾ മൂലമാണ് ഇത്രയും വർണ്ണഭംഗി ഇവയ്ക്ക് ഉണ്ടാകുന്നത്. സോപ്പ് കുമിളകളിലും തൂവലുകളിലും പൂമ്പാറ്റകളുടെ ചിറകുകളിലും ചിലതരം കക്കകളുടെയൊക്കെ പുറത്തും ഒക്കെ ഈ വർണ്ണ പ്രതിഭാസത്തിൻ്റെ അംശങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വർണ്ണക വസ്തുവിൻ്റെ സ്വഭാവം, കാഴ്ചയുടെ കോണ്, പ്രകാശം പതിക്കുന്നതിൻ്റെ കോണ്,
ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ട് വർണ്ണങ്ങൾ മാറി മറിയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. മയിലിൻ്റെ നീല പീലിക്കെട്ട് പരിണാമ സിദ്ധാന്തക്കാരനായിട്ടുള്ള ഡാർവിനെ പോലും അമ്പരിപ്പിച്ചിട്ടുണ്ട്. അതിജീവനത്തിന് സഹായിക്കുന്ന ശാരീരിക മാറ്റങ്ങൾ മാത്രമേ പരിണാമപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ബാക്കിയാവുള്ളൂ എന്ന അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തോട് ഇത് ചേർന്ന് നിൽക്കില്ല. ഇരപിടിയന്മാരുടെ മുന്നിൽപ്പെട്ടാൽ ഓടി രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ ഇതൊരു തടസ്സമാണ്. ഇത്രയും വലിയ പീലിക്കെട്ടും കൊണ്ട് ഓടിയോ പറന്നോ ഒക്കെ ആൺമയിലിന് രക്ഷപ്പെടുക എന്നുള്ളത് വിഷമം പിടിച്ച കാര്യമാണ്. നമ്മുടെ അരക്കെട്ടിൽ ഒരു നീളത്തിലുള്ള വിറക് കെട്ട് കെട്ടിവെച്ചതിന് ശേഷം ഒരു പട്ടിയെ അഴിച്ചുവിട്ട് ഓടിപ്പിക്കുന്നത് പോലെയാണ് മയിലിൻ്റെ ഓട്ടം. ഈ മയിൽപ്പീലി കെട്ടും കൊണ്ട് മയിലിൻ്റെ അതിജീവനം ഒരു പെടാപ്പാടാണ്. ഈ മനോഹരമായിട്ടുള്ള പീലിയും നൃത്തവും ഒക്കെ ഇണയെ ആകർഷിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാണ് സെക്ഷൽ സെലക്ഷന് ആണ് എന്നാണ് ഡാർവിൻ വിശദീകരിച്ചത്. കൂടുതൽ പീലിയുള്ള ഭംഗിയുള്ള ആൺമയിലിനെ കൂടുതൽ യോഗ്യനായിട്ട് കണക്കാക്കിയിട്ട് പെൺമയിൽ ഇണചേരാൻ തിരഞ്ഞെടുക്കും എന്ന്. ആണിൻ്റെ മയിൽപ്പീലി എങ്ങനെയാണ് പെൺമയിലിനെ ആകർഷിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് പല സിദ്ധാന്തങ്ങളും പല ഗവേഷകരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാർലെ ജേക്കബ് എന്നവർ ഇതിനെ തീറ്റയുമായി സാമ്യപ്പെടുത്തുന്ന ഒരാശയമാണ് മുന്നോട്ട് വെക്കുന്നത്. പീലിയിലെ നീല നിറമുള്ള കൺപൊട്ടടയാളങ്ങൾ ഈ മയിലിൻ്റെ ഇഷ്ടഭക്ഷണമായിട്ടുള്ള ചില ബെറി പഴങ്ങളുമായിട്ട് സാമ്യം തോന്നിക്കുന്നു. അതുകൊണ്ട് ഇത് ഒരു തരത്തിലുള്ള പെൺമയിലിനെ ഭക്ഷണം കാണിച്ച് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഓർമ്മകൾ ഉണ്ടാക്കിയിട്ട് മയക്കുന്നു എന്നുള്ള ഒരർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രയേലിലെ പരിണാമശാസ്ത്രജ്ഞനായിട്ടുള്ള അമോത് സഹാബി മുന്നോട്ട് വെക്കുന്ന ഒരു വികലാംഗ തിയറിയാണ്. ഒരുതരം വികലാംഗത്വമാണ് ഈ പീലിക്കെട്ട് കൊണ്ട് ഇവർക്കുണ്ടാകുന്നത്. എന്നിട്ടുകൂടി ഈ പീലിയുമായിട്ട് പലതരത്തിലുള്ള അപകടങ്ങളിലൂടെയും ഇരപിടിയന്മാരുടെയും ഒക്കെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന ഏറ്റവും പീലിയുള്ളവനായിരിക്കുമല്ലോ ഏറ്റവും തന്ത്രശാലിയും കഴിവുള്ളവനും മെയ്വഴക്കമുള്ളവനും എന്ന തീരുമാനത്തിലെത്തിയിട്ടാണ് പെൺമയിലുകൾ അവയെ സ്വീകരിക്കുന്നത് എന്ന്. ഇരപിടിയന്മാരായിട്ടുള്ള ശത്രുക്കളുടെ ഇടയിലൂടെ ചരിഞ്ഞും ചാഞ്ഞും നൂണും പറന്നും അപാരമായിട്ടുള്ള മെയ്വഴക്കത്തോടെ ശരീരം കുതറിച്ചാണല്ലോ ആൺമയിൽ അതിൻ്റെ ആയുസ് കാക്കുന്നത്. അപ്പോൾ നല്ല കായികക്ഷമത വേണമല്ലോ ഇതിനെല്ലാം. ശരീരം നന്നായിട്ട് ഫ്ലെക്സിബിൾ ആകാൻ അല്ലെങ്കിൽ വളയാനും പുളയാനും ഒക്കെ കഴിയാൻ മയിലെണ്ണ തേച്ചാൽ മതി എന്നുള്ളൊരു വിശ്വാസമുണ്ടല്ലോ. നമ്മുടെ നാട്ടുമർമാണി വൈദ്യന്മാർക്കൊക്കെ അങ്ങനെയുള്ള ഒരു ആശയം കിട്ടിയത് മയിലുകളുടെ നൂണ് പറന്ന് രക്ഷപ്പെടാനുള്ള കഴിവുകളിൽ നിന്നായിരിക്കാം. അപ്പോൾ മുന്നിലുള്ള ഇണ കേമനും കരുത്തനും യോഗ്യനും കായികക്ഷമതയുള്ളവനും ആണ് എന്നുള്ളതിന് ഇതിൽ പരം വലിയ തെളിവ് വേണ്ട. അതായത് വലിയ പീലിയുള്ള മയിലായിരിക്കും ഏറ്റവും കായികക്ഷമതയുള്ള മയിൽ എന്നർത്ഥം. അത്തരത്തിലൊരു കരുത്തനുമായിട്ട് ഇണചേർന്നാലാണ് ഏറ്റവും മികച്ച കുഞ്ഞുങ്ങൾ അടുത്ത തലമുറ ഉണ്ടാകുക എന്ന് പെൺമയിൽ തീരുമാനിക്കുന്നു എന്ന് മാത്രം. എന്നാൽ ചില പഠനങ്ങളിൽ ആൺമയിലുകളുടെ പീലിക്കണ്ണുകളുടെ എണ്ണം പെൺമയിലിൻ്റെ തിരഞ്ഞെടുപ്പിന് മാനദണ്ഡമാകുന്നില്ല എന്നും കണ്ടിട്ടുണ്ട്. തീറ്റയുടെ കാര്യത്തിൽ മയിലുകൾ ഭഗന്മാരാണ്. ഉരകങ്ങളും സസ്തനികളും കരണ്ട് തീനികളും പ്രാണികളും ഒക്കെ ഇവരുടെ ഭക്ഷണമാണ്. വിത്തുകളും പഴങ്ങളും മുളകളും വേരുകളും ഒക്കെ മറിച്ചിട്ട് കൊത്തിത്തിന്നു. അതുപോലെ ശത്രുക്കളുടെ ഇടയിൽപ്പെട്ട അടിക്കാടുകൾക്കിടയിലൂടെ വളരെ വേഗത്തിൽ ഓടാനും ഇവർക്ക് പറ്റും. രക്ഷയില്ലെങ്കിൽ മാത്രം മോശമല്ലാതെ ഇവ പറക്കുകയും ചെയ്യും. രാത്രി ചേക്കേറാനായിട്ട് മരങ്ങളുടെ ഉയര കൊമ്പുകളിലേക്ക് പാറിക്കയറാനും ഇവർക്ക് പറ്റും. രോമമില്ലാത്ത തൊലി നേരിട്ട് കാണുന്നതാണ് മയിലിൻ്റെ കണ്ണിന് മുകളിലുള്ള വെളുത്ത വരയും അതേപോലെ താഴെയുള്ള ചന്ദ്രക്കല ആകൃതിയിലുള്ള അടയാളവുമൊക്കെ. തലയിൽ വിശറി പോലെ മനോഹരമായിട്ടുള്ള ഒരു കിരീടമുണ്ട്. ആൺമയിലിൻ്റെ പിറകിലെ ആ പീലിക്കൂട്ടം 200-ലധികം പീലികൾ ചേർന്നിട്ടുള്ളതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ശരിക്കുമുള്ള വാലിൽ 20ഓളം കുഞ്ഞ് തൂവലുകൾ മാത്രമാണുള്ളത്. ഒരു 2 വയസ്സാകുന്നതോടുകൂടിയിട്ടാണ് ആൺമയിലിന് നീളം പീലികൾ വളർന്നു തുടങ്ങുക. 4 വയസ്സാകുമ്പോഴേക്കും അവയുടെ പീലികൾ നല്ല നീളത്തിലും ഭംഗിയിലും വളർന്നിട്ടുണ്ടാവും. വർഷാവർഷം ഈ പീലികളെല്ലാം വളർന്നതിന് ശേഷം കൊഴിഞ്ഞു പോവുകയും ചെയ്യും. വടക്കേ ഇന്ത്യയിലൊക്കെ ഫെബ്രുവരി മാസത്തോടെ ആൺമയിലുകളുടെ പീലികൾ വളർച്ച ആരംഭിക്കും. ആഗസ്റ്റ് മാസം ആകുമ്പോഴേക്കും ഇവ പൊഴിഞ്ഞു തുടങ്ങുകയും ചെയ്യും. ഒരാൺമയിലും 3 മുതൽ 5 വരെയുള്ള പെൺമയിലുകളും ചേർന്നിട്ടുള്ള ചെറു സംഘങ്ങളായിട്ടാണ് മയിലുകൾ എപ്പോഴും കാണുക. ഇണചേരൽ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ മയിലും കുഞ്ഞുങ്ങളും മാത്രമായിട്ടുള്ള സംഘങ്ങളായിട്ടും കാണും. രാവിലെ സജീവമായിട്ട് തീറ്റ തേടിയതിൻ്റെ ശേഷം ചൂട് കൂടുമ്പോഴേക്ക് മരത്തണലുകളിലൊക്കെ വിശ്രമിക്കുകയാണ് ഇവ ചെയ്യുക. ചിലപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ പൊടിയിൽ വീണുരുണ്ട് കുളിക്കുന്നത് കാണാം. ശരീരത്തിലുള്ള ചിലതരത്തിലുള്ള പരാത മൈറ്റുകളെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് കണക്കാക്കുന്നത്. ഭയപ്പെട്ടാലും ശല്യപ്പെടുത്തിയാലും പെട്ടെന്ന് ഓടി മറിയാൻ വേണ്ടിയിട്ട് ഇവ ശ്രമിക്കും. അതുപോലെ നീർച്ചാലുകളുടെ അടുത്ത് വെള്ളം കുടിക്കാനായിട്ട് ഇവ എത്തുകയും ചെയ്യും. 2-3 വയസ്സാകുമ്പോഴേക്ക് മയിലുകൾക്ക് ഇണചേരൽ പ്രായമാകും. നമ്മുടെ നാട്ടിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇണചേരൽ നൃത്തങ്ങൾ പ്രധാനമായിട്ട് കാണാറുള്ളത്. ചിലപ്പോൾ ഈ ആൺമയിൽ പീലി വിതർത്തി വിറപ്പിച്ച് ഇങ്ങനെ നൃത്തം ചെയ്യുമ്പോഴൊന്നും ഒട്ടും മൈൻഡ് ചെയ്യാതെ പെൺമയിൽ അടുത്ത് നിന്നും കൊത്തി തിന്നുന്നുണ്ടാവും. ഒന്ന് നോക്കുപോലും ചെയ്യില്ല. ഈ പെൺമയിലിൻ്റെ മുന്നിലല്ലാതെയും ആൺമയിലുകൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് റിഹേഴ്സൽ പോലെ ഈ നൃത്തം ചെയ്യുന്നതും കാണാം. ഇലകളും ചുള്ളിക്കമ്പുകളും ഒക്കെ നിരത്തി നിലത്താണിവ കൂടുകെട്ടി മുട്ടയിടുക. 4 മുതൽ 8 മുട്ടകൾ വരെ കാണും. അടയിരുന്ന് 28 ദിവസം കൊണ്ട് മുട്ടകൾ വിരിയും. ഈ വിരിഞ്ഞിറങ്ങുന്ന മയിൽ കുഞ്ഞുങ്ങൾ ഉടനെ തന്നെ സജീവന്മാരായിട്ട് ജോറായിട്ട് ഇര തേടി നടക്കാൻ തുടങ്ങും.
8 മാസത്തോളം അമ്മയോടൊപ്പം തന്നെയാണ് കുഞ്ഞുങ്ങൾ കഴിയുക. കൗതുകകരമായിട്ടുള്ള ചില കാഴ്ചകളുണ്ടാവും. ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അമ്മയുടെ പുറത്ത് ഇങ്ങനെ കയറി സഞ്ചരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ കുഞ്ഞോടൊപ്പം തന്നെ അമ്മ പറന്ന് ഈ കുഞ്ഞുങ്ങളെ മരക്കൊമ്പുകളിലൊക്കെ കൊണ്ടുചെന്നാക്കുന്നതും കാണാം. ആൺപെൺ മയിലുകളൊന്നും ഏകപത്നി ഏകപതി വ്രതക്കാരൊന്നുമല്ല, പലരുമായിട്ട് ഇണചേരും. അപ്പം മഴയോടനുബന്ധിച്ചിട്ടാണ് ഇവയുടെ ഇണചേരൽ കൂടുതലായിട്ട് നടക്കുക. മൺസൂണിന് തൊട്ട് മുമ്പ് ഇവയുടെ കരച്ചിലും അവയുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും. മിയാവോ പിയാവോ എന്നുള്ള ഒരു ശബ്ദമാണ് സാധാരണയായിട്ട് കേൾക്കുക. ഈ ശബ്ദം പലപ്പോഴും കാട്ടിൽ പുലിയുടെയൊക്കെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മറ്റ് ജീവികൾക്കൊക്കെ സഹായവും കൂടിയാണ്. ഇവ മരക്കൊമ്പുകളിൽ നിന്നൊക്കെ ഒച്ചയുണ്ടാക്കിയിട്ട് മറ്റു മൃഗങ്ങൾക്കൊക്കെ മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യും. ഈ ഹിന്ദു പുരാണങ്ങളിലൊക്കെ സുബ്രഹ്മണ്യൻ്റെ വാഹനമായിട്ടാണ് മയിലിനെ സങ്കല്പിച്ചിരിക്കുന്നത്. ശിവന്റെ തലയിലുള്ള പാമ്പിനോടും ഗണപതിയുടെ വാഹനമായിട്ടുള്ള എലിയോടുമൊക്കെ സാത്വികമായിട്ടുള്ള ഒരു നിലപാട് എടുത്തില്ലെങ്കിൽ ഈ ദേവകുടുംബത്തിൽ എന്തൊക്കെ അനിഷ്ടങ്ങളായിരിക്കും സംഭവിക്കുക എന്ന് പഴയ ഹാസ്യ സാഹിത്യകാരനായിട്ടുള്ള വേളൂർ കൃഷ്ണൻകുട്ടി എഴുതിയിട്ടുണ്ട്. രസകരമായിട്ടുള്ള ഒരു കഥയായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ ദേവകുടുംബത്തിലെ തന്നെ പരസ്പര ശത്രുക്കളായിട്ടുള്ള ഇവരുടെ വാഹനങ്ങളൊക്കെ ഒരേ ഗാരേജിൽ തന്നെ പാർക്ക് ചെയ്യുമ്പോഴുണ്ടാകാവുന്ന തമാശകൾ. പാർവതിയുടെ വാഹനമായിട്ടുള്ള സിംഹവും ശിവന്റെ വാഹനമായിട്ടുള്ള കാളയുമൊക്കെ ഒരേ ഗാരേജിൽ തന്നെ ഇങ്ങനെ കിടക്കുക. എന്തൊക്കെ പുകലായിരിക്കും ഉണ്ടാകുക. എന്തായാലും ഒരു കൗതുക കഥയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി. അതുപോലെ സഹസ്രയോനി ശാപം കിട്ടി ശരീരം മുഴുവൻ കണ്ണുകളുമായിട്ട് ഒരിക്കൽ രാവണൻ്റെ മുന്നിൽ പെട്ടുപോയ ഒരു കഥയുണ്ട്. മരുത്തൻ നടത്തുന്ന മഹേശ്വര യാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയതായിരുന്നു ദേവേന്ദ്രൻ. രാവണൻ്റെ സാന്നിധ്യം അറിഞ്ഞ ഉടനെ തന്നെ പേടിച്ചു പോയ ദേവേന്ദ്രനെ ഒളിഞ്ഞു നിൽക്കാൻ സഹായിച്ചത് മയിലായിരുന്നത്രേ. തൻ്റെ ദേഹത്തെ 1000 കണ്ണുകളും വിവിധ നീലപ്പീരികളായിട്ട് ദേവേന്ദ്രൻ മയിലിന് നൽകിയത്രേ. മയിലുകൾക്ക് യാതൊരു അസുഖവും ഉണ്ടാകുകയില്ലെന്നും മയിലിനെ ആരെങ്കിലും കൊന്നാൽ അവർ ഉടനെ മരിച്ചു പോകുമെന്നും അനുഗ്രഹവും കൊടുത്തു. പുതുമഴ പെയ്യുമ്പോൾ ഈ പീലികളെല്ലാം വിടർത്തി നൃത്തം ചെയ്യാനും ആടിക്കൊള്ളാനും അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് മഴമുകിൽ ആകാശത്തുണ്ടാകുമ്പോഴും മയിലുകൾ നൃത്തം വെക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ്റെ തൂവലുകളിൽ നിന്നാണ് മയിലുകൾ ഉണ്ടായതെന്നും ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് മയിലുകൾക്ക് പാമ്പുകളോട് ഇത്രമാത്രം പകയെന്നും ആണ് വിശ്വാസം. ബുദ്ധമത വിശ്വാസപ്രകാരം മയിൽ വിദ്യയുടെ ചിഹ്നമാണ്. 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പണിതതാണ് നൃത്തം ചെയ്യുന്ന മയിലിൻ്റെ രൂപമുള്ള മയൂര സിംഹാസനം. ഡൽഹിയിലെ ചുവപ്പുകോട്ടയിലെ ദർബാർ ഹാളിലായിരുന്നു അതിൻ്റെ സ്ഥാനം. കോഹിനൂർ രത്നമടക്കം പലതരത്തിലുള്ള രത്നങ്ങളും വജ്രങ്ങളും സ്വർണവും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കിയ മനോഹരമായിട്ടുള്ള ഒരു ഇരിപ്പിടമായിരുന്നു അത്. ലോകത്തിൽ ഇതുവരെ ആരും പണിയാത്ത അത്രയും വിലപിടിപ്പുള്ള ഒരു സിംഹാസനം. താജ്മഹൽ പണിയാൻ ചെലവാക്കിയതിൻ്റെ ഇരട്ടി ഈ ഒരു സിംഹാസനത്തിന് വേണ്ടി മാത്രം ഷാജഹാൻ ചെലവഴിച്ചത്രേ. എന്തായാലും ഇന്ത്യയിൽ മയിലിനുള്ള ഒരു സ്ഥാനവും വിലയും ഒന്നും വേറെ ഒരിടത്തും മയിലിനില്ല. പലയിടങ്ങളിലും ഇവർ വലിയ ശല്യക്കാരായിട്ട് തന്നെയാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. മയിൽ ശല്യം കാര്യമായിട്ട് ബാധിച്ച ന്യൂസിലാൻഡ് 10,000-കണക്കിന് മയിലുകളെയാണ് കൊന്നൊടുക്കിയത്. കൃഷിക്ക് വലിയ നാശം വരുത്തുന്നതിനാൽ തന്നെ മയിൽ പ്ലേഗ് എന്നാണ് ഈ മയിൽ ശല്യം അവിടെയൊക്കെ അറിയപ്പെടുന്നത്. വിനോദത്തിന് വേണ്ടിയിട്ടും ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടും ഒക്കെ മയിലുകളെ വേട്ടയാടാനുള്ള അനുമതി സാധാരണക്കാർക്ക് പോലും ന്യൂസിലാൻഡിൽ നൽകുന്നുണ്ട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ 2018 നടത്തിയ ഒരു ഗവേഷണത്തിൽ നെൽകൃഷി പോലെയുള്ള വിളകൾക്ക് മയിലുകളെ കൊണ്ട് വലിയ ശല്യം ഉള്ളതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിൽ മയിൽ ശല്യം മൂലം കൃഷിക്കാർ പൊറുതിമുട്ടിയിട്ടാണുള്ളത്. എങ്കിലും പലതരത്തിലുള്ള നാട്ടുവിശ്വാസങ്ങളും മിത്തുകളും ഒക്കെ മയിലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പ്രദേശങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. വൃത്തികെട്ട സ്വന്തം കാലുകളിലേക്ക് നോക്കി ആൺമയിൽ കരയുകയും അതിൻ്റെ കണ്ണീർ ആ സമയം പെൺമയിൽ കൊക്കിൽ ചേർത്ത് കുടിക്കുകയും ചെയ്യും എന്നൊരു വിശ്വാസം വടക്കേ ഇന്ത്യയിലുണ്ട്. അങ്ങനെയാണ് മയിൽ പ്രത്യുത്പാദനം നടത്തുന്നത് ഈ കണ്ണീർ കുടിക്കലിലൂടെയാണ് എന്നുള്ള ഒരു വിശ്വാസം വടക്കേ ഇന്ത്യയിലൊക്കെ പ്രചരിച്ചത്. പക്ഷേ ഗ്രാമീണരുടെ വെറും ഒരു അന്ധവിശ്വാസം വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ളവരോ പോലും കാര്യമായിട്ട് എടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 2017-ലാണ്. പശുവിനെ ദേശീയ മൃഗമായിട്ട് പ്രഖ്യാപിക്കണം എന്ന ശുപാർശ കേന്ദ്ര സർക്കാരിന് നൽകുന്നതിനോടൊപ്പം തന്നെ രാജസ്ഥാൻ ഹൈക്കോടതി ജസ്റ്റിസ് മഹേഷ് ചന്ദ്ര ശർമ്മ റിട്ടയർ ചെയ്യുന്ന ദിവസം മയിലിനെ കുറിച്ചിട്ട് ഒരു വലിയ പ്രസ്താവന നടത്തി. മയിലിനെ ദേശീയ പക്ഷിയായിട്ട് ഭാരതം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ആൺമയിൽ പെൺമയിലുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാറില്ല, നിത്യ ബ്രഹ്മചാരികളാണ് അവർ എന്നുമായിരുന്നു അത്. ആൺമയിലിൻ്റെ കണ്ണുനീര് കൊണ്ടാണ് പെൺമയിലുകൾ ഗർഭിണിയാകുന്നത് എന്നുവരെ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു. ഗർഭിണിയാകുക തന്നെ. ഇത്തരത്തിലുള്ള ഉത്കൃഷ്ട ബ്രഹ്മചാരി ആയതുകൊണ്ടാണ് നമ്മൾ മയിലിനെ നമ്മുടെ ദേശീയ പക്ഷിയായിട്ട് തിരഞ്ഞെടുത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്തായാലും 1963-ലാണ് ഇന്ത്യയിലെ ദേശീയ പക്ഷിയായിട്ട് മയിലിനെ തിരഞ്ഞെടുക്കുന്നത്. 1972-ലെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം മയിൽ സംരക്ഷിത പക്ഷിയാണിപ്പോൾ. മയിലിനെ കൊന്നാലോ വേട്ടയാടിയാലോ സെക്ഷൻ 51(1)(a) പ്രകാരം 7 വർഷം തടവോ 20,000 രൂപ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണത്. എന്നാൽ വന്യജീവി സംരക്ഷണ നിയമം ചാപ്റ്റർ 5(a)യിലെ ചില
വകുപ്പുകൾ പ്രകാരം മയിൽവേട്ട നടത്താതെയുള്ള പീലി ശേഖരണവും വിതരണവും കുറ്റകരമല്ലതാനും. സാധാരണയായിട്ട് നാടോടി വൈദ്യന്മാർ മയിലെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വാദം അതുപോലെയുള്ള ചില രോഗങ്ങൾ ചികിത്സിക്കാൻ അത്യുത്തമമാണ് മയിലിൻ്റെ മാംസവും ഒക്കെ എന്നുള്ള വിശ്വാസത്തിൻ്റെ മുകളിൽ അതിനെ ശേഖരിക്കാനൊക്കെ ആയിട്ടാണ് മയിൽ വേട്ടകൾ നടത്താറുള്ളത്, അല്ലാതെ ഇവയുടെ പീലി ശേഖരിക്കാനായിട്ടും. മയിലുകളുടെ പീലികൾ വർഷം തോറും പൊഴിയും എന്നുള്ളതിനാലാണ് അത്തരത്തിലുള്ള പീലി ശേഖരിക്കുന്നത് കുറ്റകരമല്ലാതെ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പല ഹൈന്ദവ ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കും അലങ്കാരങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ധാരാളം മയിൽപ്പീലി ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഈ കൊഴിച്ചിട്ട മയിൽപ്പീലി ശേഖരിക്കൽ അത്ര എളുപ്പമൊന്നുമല്ല, അവ ഗുണനിലവാരം ഇല്ലാത്തതുമായിരിക്കും. അതിനാൽ തന്നെ കൊഴിഞ്ഞു വീണ മയിൽപ്പീലികൾ ശേഖരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും മയിലുകളെ കൊന്നു തന്നെയാണ് മയിൽപ്പീലികൾ ധാരാളമായിട്ട് ശേഖരിക്കുന്നത്. പീലികളുടെ അഗ്രഭാഗം നോക്കിയിട്ട് അതിൽ രക്തക്കറയുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ട് ഇത് ഏത് വിധത്തിൽ ആണ് പൊഴിച്ചു കളഞ്ഞതാണോ അത് പറിച്ചെടുത്തതാണോ എന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റുമെങ്കിലും അതൊന്നും അത്ര പ്രായോഗികമല്ല എന്ന് നമുക്കറിയാം. അതിനാൽ മയിൽ സ്നേഹികൾ കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള മയിൽപ്പീലി ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോഴും പലതരത്തിലുള്ള മതാചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള മയിലാട്ടങ്ങളും അതേപോലെ ആലവട്ടങ്ങളുടെ നിർമ്മാണവും കിരീടങ്ങളും ഒക്കെ നിർമ്മിക്കുന്നത്. അതൊന്നും വേണ്ട എന്ന് തീരുമാനിക്കലാണ് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.